ഹായ് ഹലോ ഇറ്റ്സ് മിഹിൻ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ നാളായി ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ അതായിരിക്കട്ടെ എന്നേ. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ഇരിപ്പാണ് കേട്ടോ ഇത്. ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, എവിടെയും പോകാനൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു സമയത്താണ് എണീക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഒരു ദിവസം കണ്ടാലോ. രാവിലെ എണീറ്റ് കുറച്ച് സമയം ഇരുന്നതിന് ശേഷം മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ പാട് ഒരു ചായ പതിവായിരുന്നു. ഇപ്പം ഞാൻ ഈ ഒരു ശീലം മാറ്റിക്കൊണ്ടുവരാണ് കേട്ടോ. ചായ അത്രക്ക് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ ആ ഒരു ശീലം പതുക്കെ ഒന്ന് മാറ്റിക്കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എപ്പോഴെങ്കിലും ഒന്ന് കുടിക്കാൻ അത്രയേ ഉള്ളൂ കേട്ടോ. രാവിലെ എണീറ്റാൽ കുറച്ച് വെള്ളം കുടിക്കും, ഒരു ഇതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനിതാ അപ്പുറത്തെ വീട്ടിലെ രാഗേഷിൻ്റെ വീട്ടിൽ നായ്ക്കുട്ടീൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി വന്നേ കേട്ടോ. അതിന് ശേഷം ചോറൊക്കെ ഇങ്ങനെ റെഡിയായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. എനിക്കിന്ന് പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ, ഞാൻ ആരെയും കാണിക്കുന്നില്ല, എന്നെ മാത്രമേ കാണിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ പോയിട്ട് ദോശയൊക്കെ ചുട്ടു കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ദോശയൊക്കെ ചുട്ടു. അതിനുശേഷം അച്ഛനെയും അമ്മേനെയൊക്കെ ഒന്ന് ചമയിച്ചതിന് ശേഷം അവർക്ക് ഒരു റിംഗ് എക്സ്ചേഞ്ചിന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം പിന്നെ ഞാൻ മാത്രമായിട്ടോ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അങ്ങനെ ഞാനും കൂടി ദോശ ചുട്ട് അത് കഴിച്ചു കേട്ടോ. പിന്നെ അടിച്ചൊക്കെ വാരി അതിനുശേഷം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട്, കാരണം ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യം പറയാം, ഇതെൻ്റെ ഏട്ടൻ്റെ വീടാണ് കേട്ടോ. ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. വീട് അത്രയും ദൂരം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പോകുന്നത്. അതുകൊണ്ട് ടപ്പേന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവിടുന്ന് അമ്മയും ഏച്ചിൻ്റെ മോളും കൂടി കടയിൽ പോകാൻ കേട്ടോ. അപ്പം ഞാനിതാ വന്ന് എൻ്റെ കിടക്കയിലൊന്ന് കിടന്നതിന് ശേഷം എനിക്കൊരു സമാധാനം കേട്ടോ, അത് എവിടെയും കിട്ടില്ല. അങ്ങനെ കിടന്നതിന് ശേഷം പിന്നെ എൻ്റെ ബേക്കറി പാട്ടയും കൊണ്ട് ഇരിക്കുകയാണ്. അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് പരിധി തന്നലാണ് കേട്ടോ മെയിൻ പരിപാടി. പരിധി നോക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നും കാണാൻ കിട്ടിയില്ല. അപ്പോഴേക്ക് ശ്രുതിലേച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ശ്രീതുലേച്ച് വന്നപ്പോൾ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. എന്തൊക്കെയൊക്കെയോ ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അവൾ വരാറുള്ളത് കേട്ടോ. എപ്പോൾ വരുമ്പോഴും എന്തെങ്കിലും ഒരു കെട്ടുണ്ടാവും. അങ്ങനെ കൊണ്ടുവന്ന കെട്ടുകളാണ് ഇതൊക്കെ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ചങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഞാൻ വന്ന് അതേ സമയത്ത് തന്നെ അവൾ വന്നപ്പോൾ ഇത്രയും സാധനം അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഉണ്ടാക്കും, നല്ല വെള്ളം കലക്കിയിട്ട് അത് ഞങ്ങൾ കഴിച്ചു. അപ്പോഴേക്ക് സാദി വന്നു, രഹന്യ വന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കിടന്ന് കഥയൊക്കെ പറയാൻ കേട്ടോ. അതിന് ശേഷം ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ചു. ഈ ഒരു ബോട്ടിൽ ഞാനിപ്പോൾ വാങ്ങിയതാണ് കേട്ടോ വെള്ളം. ഇപ്പം നിങ്ങൾ കേട്ട സൗണ്ട് എൻ്റെ ബ്രദറിൻ്റെ ആണ് കേട്ടോ, അവൻ്റെ കൈതരാഗാണ്. അപ്പം ഞാൻ അതവിടെ വെക്കട്ടെ. ഈ ബോട്ടിൽ വാങ്ങിയോണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് ഈ ഒത്തിരി സമയം വെച്ചിട്ട് വെള്ളം കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വാങ്ങിയത്. കുപ്പി ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, കുടിക്കുന്നത് ഞാനാണല്ലോ, എൻ്റെ സ്വഭാവം മാറണ്ടല്ലേ. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ഇരുന്ന് കഥ പറയാണ് കേട്ടോ. കുറച്ച് സമയം തറവാട് അപ്പുറം തന്നെയാണ്, ഏച്ചിമാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇരുന്ന് കഥ പറയാണ്. വൈകുന്നേരം ആയിട്ടുണ്ട്, എനിക്ക് തിരിച്ച് ഏട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാനുള്ള സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ വിചാരിക്കുന്നു ഒരു 10 ദിവസം ചലഞ്ച് പോലെ ആക്കിയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടാനാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ രാത്രിയായി, ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. വീഡിയോ എടുക്കേണ്ട കാര്യം എന്നോട് മറന്നുപോയി. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം മണീൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പിള്ളേരൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അച്ഛനായിരുന്നു എണീക്കാത്തത് കൊണ്ട് തന്നെ അച്ഛൻ്റെ അടുത്ത് സെറ്റ് വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ബ്ലൂടൂത്ത് ആയി കണക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കളിച്ച് കൂട്ടുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്നു കേട്ടോ. ബാക്കി വീഡിയോ എടുക്കാനോട് മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ